RSS നിയന്ത്രണത്തിലുള്ള പാലക്കാട്ടെ വ്യാസവിദ്യാപീഠം സ്കൂൾ പരിസരത്ത് ബോംബ് പൊട്ടിത്തെറിച്ച സംഭവത്തിൽ NOC പിൻവലിക്കാതിരിക്കാൻ സ്കൂൾ അധികൃതർ കാരണം വിശദീകരിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. RSS ആണ് ബോംബ് സ്ഫോടനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബോംബ് കുഴിച്ചിട്ടതാകാം എന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കോമ്പൗണ്ടിനകത്ത് 4 ബോംബുണ്ടായിരുന്നു. ഉഗ്ര സ്ഫോടക ശേഷിയുള്ള വസ്തു എന്ന് പറയാം, ബോംബെന്നോ അങ്ങനെ പറയാം. 4 എണ്ണം ഉണ്ടായിരുന്നു. 1 പൊട്ടിത്തെറിച്ചത്, 3 എണ്ണം പോലീസ് എടുത്തു. ഇപ്പോഴും അത് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. RSSൻ്റെ ക്യാമ്പ് കിടക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. RSSന് ഇതിനോട്ട് നല്ല ബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ബോംബ് അവർ തയ്യാറാക്കി ഇതിനെ കുഴിച്ചിടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ആവശ്യത്തിനെടുക്കാൻ വേണ്ടി. അത് കുഴിച്ചിടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ട് കുഴിച്ചിടണോ എന്ന ചോദ്യമൊക്കെ ഉണ്ട്. പേടിപ്പിക്കുന്നതാണ്. സ്കൂളാണ്, സ്കൂൾ കോമ്പൗണ്ടിനകത്തെന്ന് മന്ത്രി തന്നെ പറയുകയാണ്. പക്ഷേ FIRൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. സ്കൂൾ കോമ്പൗണ്ടിനകത്ത് മന്ത്രി പറയുന്നത് ഗ്രൗണ്ടിൽ ബോംബ് ഉണ്ടാക്കിക്കൊണ്ട് കുഴിച്ചിടുമോ? ആര് കുഴിച്ചിടുകയാണെന്ന് മനസ്സിലാവുന്നില്ല. അത് കൃത്യമായ അന്വേഷണം ഉണ്ടാവട്ടെ. അതൊക്കെ എടുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വലിയ ദുരന്തം ഉണ്ടാവില്ലേ? എന്ത് കഷ്ടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.